അതെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നഫ്സിനോട് നമ്മളൊന്ന് സമരം ചെയ്തിട്ട് അല്ലാഹു ഹറാമാക്കിയത് നഫ്സിനെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, നിർബന്ധമാക്കിയത് ചെയ്യാൻ നഫ്സിനെ നിർബന്ധിപ്പിക്കുക. അതാണ് ജിഹാദ്. അത് മാത്രം മതി സ്വർഗ്ഗത്തിൽ. آمين. يوم يحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وفدا. മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ മുജ്രിമീങ്ങളായ ആളുകളെ നരകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ദിവസത്തിൽ അടക്കണം. നോമ്പിന് അത് എളുപ്പമാണ്. എന്നാൽ പറഞ്ഞിട്ടുണ്ട് പറയാം, നമ്മളെ ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞു, ബിരിയാണി, നെച്ചോറ്, ആട്, കോഴി, പോത്ത്, എരുമ ഒക്കെ കൊടുക്കണം. ആത്മാവ് റൂഹിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭക്ഷണം നിസ്കാരം. റൂഹിന് കൊടുക്കുന്ന ഭക്ഷണം 3 വസ്തുക്കൾക്ക് നമ്മളെ ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഒന്ന് ശരീരത്തിൽ, അത് മരിച്ചു പോയതായ നിലനിൽക്കണം. ഒരു 4 ദിവസം ഭക്ഷണം കഴിക്കാണ്ടെന്നാൽ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് ശരീരത്തിൽ ഭക്ഷണം കിട്ടണം, അത്യാവശ്യമായത്, അനാവശ്യമായത്. മൂക്കത്തിൽ തിന്നിട്ട് പിന്നെ തിന്നതിന്റെ മേലെ പിന്നെ അത് വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ് എന്ന് ഖുർആൻ. ആ സൂറത്തുൽ മുഹമ്മദ് ഓതിയ കാണാം, ഇന്നല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. സത്യനിഷേധികളായ ആളുകൾ ദുനിയാവിൽ അവരെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കി? യതമത്തഊന, അവർ കടിച്ച് രസിച്ചു ജീവിക്കുന്നവരാണ്. വയഅകുലൂന, രണ്ടാമത്തെ അവരെ പരിപാടി തീറ്റിയാണ്.